إن الحمد لله الذي أكرمنا بنبي محمد صلى الله عليه وسلم رحمة للعالمين وسيد الثقلين صلى الله عليه وعلى آله وصحبه أجمعين وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدًا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره المشركون صلى الله عليه وعلى آله وأصحابه أجمعين أفضل صلوات وأزكى تحيات أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله إن الله سبحانه وتعالى يقول وما أرسلناك إلا رحمة للعالمين ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രവാചക സന്ദേശം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന അവിടുത്തെ തിരുപ്പിറവി ഉണ്ടായ റബീഉൽ അവ്വലിലാണ് നാം നിലകൊള്ളുന്നത്. പ്രവാചക ദർശനം പ്രവിശാലമായ ഒരു പ്രപഞ്ചമാണ്. അത് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള പേനകളും പുസ്തകങ്ങളും അതിൻ്റെ അശക്തത സമ്മതിച്ചതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം സവിസ്തരമായി പ്രതിപാദിക്കുന്നതിൽ എല്ലാ ഭാഷകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗദ്യവും പദ്യവും എല്ലാം അതിൽ തുല്യമാണ്. അത്രയും പ്രവിശാലമായ ഒരു സാമ്രാജ്യമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ സന്ദേശവും. ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അജ്ഞതയുടെയും അരാജകത്വത്തിന്റെയും സാംസ്കാരിക വൈകൃതങ്ങളുടെയും മൂർത്ത ഒരു യുഗമായ കാലഘട്ടമായിരുന്നു ക്രിസ്താബ്ദം 6-ാം നൂറ്റാണ്ട്. കുത്തടിഞ്ഞ ലൈംഗികത, മദ്യാസക്തി, പലിശയും ചൂതാട്ടവും ധനാഗമനത്തിന്റെ മാർഗങ്ങളായി അവലംബിച്ചിരുന്ന ഒരു കാലഘട്ടം. വംശീയതയും ഗോത്രവൈരവും
യുദ്ധക്കൊതിയും വളരെ ആഴത്തിൽ സമൂഹത്തെ ഗ്രസിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ രണ്ട് വൻശക്തികളായ പേർഷ്യയും റോമും ഭരിച്ചിരുന്ന ഭരണാധിപന്മാർ തങ്ങളുടെ സിരകളിൽ ഒഴുകുന്നത് ദൈവികമായ വിശുദ്ധ രക്തമാണ് എന്നും പ്രജകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഭരണാധിപരുടെ എന്ത് തോന്നിയാസവും ചോദ്യം ചെയ്യുവാനോ അതിനെതിരെ ശബ്ദിക്കുവാനോ കഴിയാത്ത വിധം പ്രജകളെ അടിച്ചമർത്താനുള്ള ഒരു ഉപാധിയായിരുന്നു അവർ ഇങ്ങനെ വാദിച്ചതിന്റെ പിന്നിലുണ്ടായിരുന്നത്. കേവലം അടിമകളായി പ്രജകളെ അവർ കണ്ടു. ഏത് ഭാഗത്തിലൂടെ നോക്കിയാലും ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വളരുകയും മനുഷ്യത്വം കിഴിക്കാൻ തൂക്കായി കാണപ്പെടുകയും ചെയ്തിരുന്ന ആ കാലഘട്ടം. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനിപ്പിക്കുന്നത്. ലോകത്ത് അന്ന് നടമാടിയിരുന്ന സർവ അസമത്വവും ഉച്ചനീചത്വവും തുടച്ചു നീക്കുവാൻ ലോകാവസാനം വരെയുള്ള മനുഷ്യവംശത്തിന് മാർഗദർശിയുമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അങ്ങനെ മുഴുവൻ മനുഷ്യത്തിന്റെ മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിന്റെ വിമോചകനായി സമുദ്ധാരകനായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ടു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ, മനുഷ്യർക്കിടയിൽ മനുഷ്യർ എന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങളോ വ്യതിരക്തതകളോ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ ലോകത്തിന്റെ മുമ്പാകെ പാഠങ്ങൾ പഠിപ്പിച്ചു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സവിസ്തരമായി പ്രതിപാദിക്കുമ്പോൾ ഒരുപാട് നീണ്ടുപോകുന്ന പട്ടികയാണ് അതിന്റെ വിഷയങ്ങൾ തന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം, മാനവ ദർശനത്തെ കുറിച്ച് ഒരാഴ്ചയും പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് മറ്റൊരാഴ്ചയും പ്രവാചക മാതൃകയെ സംബന്ധിച്ച് മറ്റൊരു ദിവസവും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രവാചകന്റെ മാനവിക ദർശനമാണ് എന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വിഷയം. മാനവികത ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ഖുർആനും പ്രവാചകനും മനുഷ്യരുടെ മുഴുവനായുള്ള സ്വത്താണ് എന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. റമളാനിൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മുഴുവൻ സന്മാർഗമാണ്, എല്ലാ മനുഷ്യരുടെയും വഴികാട്ടിയാണ് എന്നായിരുന്നു. ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും വിവിധ സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആൻ മനുഷ്യത്വത്തിന്റെ
സ്വത്താണ് എന്ന് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റിയിരിക്കുകയാണ്. നാം ഖുർആനിനെ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം മാത്രമായി പരിചിതപ്പെടുത്തുന്നത് ഒന്നാം തരം തെറ്റാണ്. ഖുർആനിൽ എവിടെയുമില്ല ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം വേദഗ്രന്ഥമാണ് എന്ന്. ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹുദൽ ലിന്നാസ് എന്നാണ്, എല്ലാ മനുഷ്യർക്കുമുള്ള വഴികാട്ടിയാണ് എന്ന്. ഖുർആൻ തൊടാൻ പാടില്ല, വായിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല എന്ന ചിന്താഗതി ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഖുർആൻ തുറന്നു വെച്ച് കൊടുക്കാവുന്നതാണ്. ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ ദർശനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറാ. മുഴുവൻ മനുഷ്യർക്കും താക്കീതുകാരനും സുവാർത്തയുമായിട്ടല്ലാതെ നബിയെ താങ്കൾ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്. നിങ്ങളെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നാണ്. നിങ്ങളുടെ നിയോഗം മുഴുവൻ മനുഷ്യ സഞ്ചയത്തിന് വേണ്ടിയാണ്. ഇത് ഖുർആനിന്റെ ശക്തമായ പ്രഖ്യാപനമാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയേ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങൾ അവയ്ക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ, സ്നേഹമായിട്ടല്ലാതെ, ആർദ്രതയായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനായി, നേതാവായി ആരെങ്കിലും പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അത് തെറ്റാണ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി സമുദായം തന്നെയാണ് എന്നാണ് വിവിധമായ അഭിപ്രായം. ആയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനുഷ്യ സഞ്ചയത്തിന്റെ സ്വത്തായി നാം ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുഴുവൻ മനുഷ്യരെയും ഒരേ സമുദായമായി പ്രഖ്യാപിക്കുന്ന ഖുർആന്റെ വാക്യം ഓതിക്കൊണ്ടാണ് ലോകത്തിന്റെ മുമ്പാകെ ഇസ്ലാമിന്റെ മാനവ ദർശനം പ്രഖ്യാപിച്ചത്. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ. തീർച്ചയായും നിങ്ങളുടെ ഈ സമുദായം ഏക സമുദായമാണ്, ഒരൊറ്റ സമുദായമാണ് എന്ന് ഖുർആൻ അല്ലാഹു തആല വീണ്ടും പറഞ്ഞ വാക്യങ്ങൾ പ്രവാചകൻ പലവരും ജനങ്ങളോട് പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഓ മനുഷ്യരെ, ഏ ജനങ്ങളെ, നിങ്ങളെയെല്ലാം ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങൾ, വിവിധ വിഭാഗങ്ങൾ ആക്കിയത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ജീവിത വിശുദ്ധിയുള്ളവരാണ് അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സമൂഹത്തിന് പഠിപ്പിച്ചു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ അന്ത്യപ്രഭാഷണമുണ്ട്. ആ അന്ത്യപ്രഭാഷണത്തിൽ അവിടുന്ന് ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യ വലാ ലിഅജമിയ്യ അലാ അറബിയ്യ വലാ ലിഅഹ്മറ അലാ അസ്ഫദ വലാ ലിഅസ്ഫദ
അലാ അഹ്മർ. പ്രവാചകൻ പറയുകയാണ്, ഏ മാനവരാശിയെ, പ്രവാചകൻ സംബോധന ചെയ്തത് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മാത്രമല്ല, ലോകത്ത് അന്ന് വരെ അന്ന് ജീവിച്ചിരിക്കുന്നവരും പിന്നീട് ലോകാവസാനം വരെ ജനിക്കാൻ പോകുന്നവരുമായ മുഴുവൻ മനുഷ്യ സഞ്ചരിക്കുകയും വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഓരോ മനുഷ്യനും തന്റെ ഈ പ്രഭാഷണത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രവാചകൻ അവിടുന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. ഇന്ന് ഇവിടെ സന്നിഹിതരായവർ, സന്നിഹിതരല്ലാത്ത ആളുകൾക്ക്, വരും തലമുറക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളുടെ എല്ലാം രക്ഷിതാവ് ഏകനാണ്, നിങ്ങളുടെ പിതാവും ഒന്ന് തന്നെയാണ്. ഒരിക്കലും അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല, അനറബിക്ക് അറബിയേക്കാൾ പുണ്യമില്ല. കറുത്തവന് വെളുത്തവനേക്കാൾ സ്ഥാനക്കുറവില്ല, വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനക്കയറ്റവുമില്ല. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെ. നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ച ഉദാഹരണം ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെ. എല്ലാ മനുഷ്യരും തുല്യരാണ്, ആർക്കും ആരെക്കാൾ സ്ഥാനമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മാനവരാശിയെ സംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ മാനവ ദർശനം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ പ്രവാചകന്റെ ഈ മാനവ ദർശനം യഥാർത്ഥത്തിൽ ഖുറൈശികളെ വല്ലാത്ത സങ്കടത്തിലാക്കി. കാരണം വംശവെറിയുടെയും വർണ്ണവിവേചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഊട്ടപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു യഥാർത്ഥത്തിൽ അഗതികളിൽ ഉണ്ടായിരുന്നത്. ഈ വ്യവസ്ഥ അധസ്ഥിതർക്കും പാവപ്പെട്ടവർക്കും മർദ്ദകർക്കും വളരെ ആശ്വാസമായി. അവർ പ്രവാചകന്റെ ചുറ്റുഭാഗത്തേക്ക് വന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചു, പ്രവാചകനെ അംഗീകരിച്ചു. താമസിയാതെ മക്കയിലെ വർത്തക പ്രമുഖനായ പ്രമാണിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ ബിലാൽ, ഈ ബിലാലിനെ ഞാൻ വിലക്ക് വാങ്ങട്ടെ. ഉമയ്യത്തിൽ നിന്നും വിലക്ക് വാങ്ങിയിട്ട് ബിലാലിനെ സ്വതന്ത്രനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തിരുമനസ്സിനെ സ്വാഗതം ചെയ്തു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ചത് കാരണം അനേകം പീഡനങ്ങൾ സഹിച്ച വ്യക്തിത്വമായിരുന്നു. ബിലാലിന്റെ ഉടമയെ സമീപിച്ച് വില പറയുകയുണ്ടായി. എന്നാൽ സാധാരണ ഒരു അടിമക്കുണ്ടാകുന്ന വിലയേക്കാൾ കൂടുതൽ വിലയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ഉടമ പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വൈമനസ്യവും കൂടാതെ ആ നാണയത്തുട്ടുകൾ മുഴുവൻ എടുത്തു കൊടുത്തു. മുഴുവൻ കാശും ഉമയ്യത്തിന് കൊടുത്തു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനാവുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ അടുത്തേക്ക് വിളിച്ചു. അടിമയായിരുന്നപ്പോൾ തന്നെ അടുത്തേക്ക് വിളിച്ചു. തന്റെ മുമ്പിലേക്ക് ഇരുത്തി താൻ കഴിക്കുന്ന ഭക്ഷണം അതേ പാത്രത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഞാൻ ഓർത്തുപോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലുള്ള ഒരു ഭക്ഷണ വേളയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ഭക്ഷണത്തളികയുണ്ട്. ആ ഭക്ഷണത്തളികയിൽ കുറച്ച് ഭക്ഷണം കൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്.
ആ കൂട്ടത്തിൽ കറുത്ത് കരിക്കട്ട പോലെ കറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. വെളുത്തു തുടുത്ത സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. പണക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. പണിക്കാരനായ അബൂദർ അൽ-ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അതുപോലെ അടിമയായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ട്. മക്കയിലെ പ്രമാണിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. വെളുപ്പ് കലർന്ന ചുവപ്പും വെളുപ്പും കലർന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്. എല്ലാവരും ഒരേ സമയത്ത് ഒരേ ഭക്ഷണം ഒരേ പാത്രത്തിൽ നിന്ന് ഒരേ സമയം കഴിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിശ്വ മാനവ സാഹോദര്യത്തിന്റെ ഒരു നിത്യ ഉദാഹരണമായി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ശോഭന ചിത്രം. ആ ഭക്ഷണത്തളികയിൽ കറുത്ത് പരുത്ത കൈകളും വെളുത്തു തുടുത്ത കൈയും മെലിഞ്ഞതും തടിച്ചതുമായ കൈകളും വെളുപ്പും ചുമപ്പും കലർന്ന കൈകളും സമ്പന്നന്റെയും ദരിദ്രന്റെയും പണക്കാരന്റെയും പണിക്കാരന്റെയും കൈകൾ മിന്നിമറയുകയാണ്. ഇസ്ലാമിക സാഹോദര്യം ലോക മാനവ സാഹോദര്യത്തിന്റെ ഉദാഹരണമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തതാണ്. നമുക്കറിയാം, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ഖുറൈശികൾ മക്കയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. വിശ്വാസത്തിന്റെ സംരക്ഷണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മദീനയിലേക്ക് പലായനം ചെയ്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കീഴടക്കുകയാണ്. ആ കീഴടക്കിയ സമയത്ത് ആ മക്ക തനിക്ക് അധീനപ്പെട്ടിട്ടുണ്ട്, വിശ്വാസികൾക്ക് കീഴടങ്ങിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് കറുത്ത് കരിക്കട്ടയെ പോലെ കറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു. ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലേ, നീ കഅബയുടെ ഉച്ചിയിലേക്ക് കയറുക, എന്നിട്ട് അല്ലാഹു അക്ബറിന്റെ നാദം ഉച്ചസ്വരത്തിൽ പ്രഖ്യാപിക്കുക എന്ന്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഅബയുടെ ഉച്ചിയിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ ശ്രവണ മാധുര്യമുള്ള ശൈലിയിൽ ബാങ്കുലി മുഴക്കി. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മക്കയിലെ പ്രമാണിമാർ പറഞ്ഞത്, ഈ മുഹമ്മദിന് ഈ കരിങ്കാക്കയല്ലാതെ, ഈ കറുത്ത കാക്കയെ പോലത്തെ ബിലാലിനെയല്ലാതെ കഅബയുടെ പുറത്ത് കയറ്റാൻ മറ്റാരെയും കിട്ടിയില്ലയോ എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക സമക്ഷം സമർപ്പിച്ചിട്ടുള്ള മാനവ സാഹോദര്യത്തിന്റെ വലിയ ഉദാഹരണങ്ങളായിരുന്നു. പ്രവാചകന്റെ നമസ്കാര വേള, അവിടുത്തെ ഉപദേശവേദി, അവിടുത്തെ മറ്റുള്ള സദസ്സുകൾ സമ്പൂർണ്ണ മാനവ സമത്വത്തിന്റെ ഉദാഹരണമായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടല്ലേ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മിൽ ആരെല്ലാം ഉണ്ട്? ഈ മസ്ജിദിൽ ജുമുഅക്ക് പങ്കെടുക്കാൻ ഭരണാധിപന്മാർ വരാറുണ്ട്, ഭരണീയരും വരാറുണ്ട്, യാചകന്മാർ വരാറുണ്ട്, പണക്കാർ വരാറുണ്ട്, വലിയ ഉദ്യോഗസ്ഥർ വരാറുണ്ട്, താഴ്ന്ന ഉദ്യോഗസ്ഥരും താഴ്ന്ന ജോലിക്കാരും വരാറുണ്ട്. ആർക്കെങ്കിലും തന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണോ എന്ന് പറയാൻ മറ്റൊരാളോട് പറയാൻ അധികാരമുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു ഭരണാധികാരി തൊട്ടടുത്തുള്ള സ്വഫിൽ നിൽക്കുന്നത്, തന്റെ കാലിനോട് കാല് ചേർത്ത് നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി ജീവനക്കാരനായ, ക്ലീനിങ് ജീവനക്കാരനായ ഒരാളാണ് എങ്കിൽ അയാളുടെ കാലിനോട് അടുത്ത് നിൽക്കണം. മാറി നിൽക്കണോ എന്ന് പറയാൻ അയാൾക്ക് അധികാരമില്ല. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിന്റെ വരുതിയിൽ നിന്ന് പുറത്താണ്, ഇസ്ലാമിന്റെ പട്ടികയിൽ നിന്ന് അയാൾ പുറത്താണ്. സമ്പൂർണ്ണ മാനവ സാഹോദര്യം, കറുത്തവരും വെളുത്തവരും പണക്കാരനും പണിക്കാരനും ഉദ്യോഗസ്ഥരും പാവപ്പെട്ടവനും കച്ചവടക്കാരനും അല്ലാത്തവനും ഒരേ വരിയിൽ ഒരേ സമയത്ത് ഒരേ പ്രാർത്ഥന ഒരേ രൂപത്തിൽ ഒരുമിടുകയാണ്. ഇത് ഇസ്ലാം ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച സമ്പൂർണമായ
മാനവികതയുടെ ഉദാഹരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമർപ്പിച്ച മാനവിക സൗഹാർദ്ദത്തിൽ അതിൽ മുസ്ലിങ്ങൾ മാത്രം ഉൾപ്പെടുന്നതായിരുന്നില്ല, മുസ്ലിങ്ങളല്ലാത്തവർ ഉൾപ്പെട്ടിരുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മസ്ജിദിൽ ഇരിക്കുകയാണ്. ആ വഴി ഒരു ജൂതന്റെ മൃതദേഹം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃതദേഹം കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മൃതദേഹം മുസ്ലിങ്ങളുടേതല്ല, ഒരു ജൂതന്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി ചോദിച്ചു, ജൂതനും ഒരു മനുഷ്യരല്ലേ? ഹദീസിന്റെ ഉദ്ധരണി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്റെ മയ്യത്ത് തന്റെ മുമ്പിൽ നിന്ന് പോയി ദൂരേക്ക് മറയുന്നത് വരെ നോക്കി നിന്നു. മനുഷ്യരെ മാനിക്കരുത്. അല്ലാഹു തആല മനുഷ്യരെ മാനിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. ബഹുദൈവ വിശ്വാസിയായിരുന്ന പിതൃവ്യൻ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മരണം വരെ ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്നു. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്നു, പക്ഷേ ബഹുദൈവ വിശ്വാസിയായിരുന്നു. അതോടൊപ്പം അദ്ദേഹവുമായിട്ട് ഇടപഴകാനോ സഹവർത്തിത്വത്തിൽ ജീവിക്കുവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും തടസ്സമുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഊഷ്മളമായ ബന്ധം പുലർത്തി. അബൂ ത്വാലിബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഒരു ജൂതബാലനെ കുറിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ആ ജൂതബാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ധാരാളം സേവനം ചെയ്യാൻ ഒരുപാട് മുസ്ലിം കുട്ടികളെയും യുവാക്കളെയും വലിയവരെയും കിട്ടിയിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുവേലക്ക് സഹായത്തിനായി ഒരു ജൂതബാലനെ നിർത്തിയെന്ന് ഹദീസുകളിൽ കാണുന്നു. ആ ജൂതബാലൻ രോഗിയായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പോയി സന്ദർശിച്ചതും അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുന്നതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന വേളയിൽ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കൈവശം പണയത്തിലായിരുന്നു. എന്തിനായിരുന്നു? വഫാത്ത് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു പടയങ്കി ഒരു ജൂതന്റെ കൈവശം പണയം വെച്ചത് അത് ലോകത്ത് വരാൻ പോകുന്ന ഇന്ത്യ പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാഠമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സാമ്പത്തിക ആവശ്യമുണ്ടായാൽ വാരിക്കോരി കൊടുത്തിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് അൻസാരികളായ മുതലാളിമാർ ഉണ്ടായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണയം വെച്ചത് ജൂതന്റെ കൈവശമായിരുന്നു. എന്നിട്ട് മരണശേഷം അത് ആളുകൾ അറിയണമെന്ന് പ്രവാചകൻ വിചാരിച്ചിട്ടുണ്ടാവണം. ജീവിതത്തിൽ ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള മനുഷ്യരുമായി അവരുടെ മതമേതാവട്ടെ, ജാതിയേതാവട്ടെ, അവരുടെ വർണ്ണമേതാവട്ടെ സഹവർത്തിത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഇതെല്ലാം നമ്മെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. വിവിധ മതങ്ങളും സമൂഹങ്ങളും മനുഷ്യരിൽ പണിതിട്ടുള്ള സർവ്വ മതിൽക്കെട്ടുകളും പ്രവാചകന്റെ മാനവദർശനത്തിന്റെ മുമ്പിൽ പുഴകി വീഴുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ തൗഹീദിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയില്ല. തൗഹീദിന്റെ വിഷയത്തിൽ പരസ്പരം സഹകരണത്തിന് വേണ്ടി ഖുറൈശികൾ വരികയുണ്ടായി. ആ ഖുറൈശികൾ വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, കുറച്ചു കാലം ഞങ്ങൾ നിന്റെ അല്ലാഹുവിനെ ആരാധിക്കാം, കുറച്ചു കാലം നീ ഞങ്ങളുടെ പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും വണങ്ങണം. അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ഖുർആൻ അത് വ്യക്തമായി പറയുകയും ചെയ്തു. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ
നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും ഞാൻ ആരാധിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്ന ഏകനായ അല്ലാഹുവിനെ ഒരിക്കലും നിങ്ങളും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ആരാധിക്കേണ്ടതില്ല. നിങ്ങളുടെ വിമോചനത്തിന് വേണ്ടി, പരലോക രക്ഷയ്ക്ക് വേണ്ടി വേണമെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, സർവമത സത്യവാദത്തിന്റെ ഒരു മുന വിടപൊടിക്കുകയാണ്. നമുക്ക് സൗഹാർദ്ദമാകാം, നമുക്ക് ഒരുമിച്ചുള്ള എല്ലാമാകാം. പക്ഷേ ആരാധനയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ തൗഹീദ് വിട്ടുകൊണ്ടുള്ള കളിയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ബന്ധങ്ങൾ, മാനവ സൗഹാർദ്ദം നിലനിൽക്കുവാൻ വേണ്ടിയുള്ള എല്ലാവിധ ഉപായങ്ങളും എല്ലാവിധ ഘടകങ്ങളും പ്രവാചകൻ വളരെ ശക്തമായി കൊണ്ട് നമ്മോട് പറയുകയുണ്ടായി. അവിടുത്തെ അന്ത്യപ്രഭാഷണത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശ്വപ്രസിദ്ധമായ അറഫാ പ്രഭാഷണത്തിൽ ജനങ്ങളോട് പറയുകയാണ്, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ വഫീ മൗഖിഫി ഹാദാ വഫീ ബൽദതി ഹാദാ. അടുത്ത വർഷം നിങ്ങളെ ഇതേ സ്ഥലത്ത് വെച്ച്, ഈ നാട്ടിൽ വെച്ച്, ഈ വേദിയിൽ വെച്ച് നിങ്ങൾ ഞാൻ കണ്ടുമുട്ടാതിരുന്നേക്കാം. പ്രവാചകന്റെ പ്രഭാഷണം ഇങ്ങനെ തുടങ്ങിയപ്പോൾ പലർക്കും കാര്യം പിടികിട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ദുഃഖഭാരം കൊണ്ട് താഴ്ന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഒഴുകി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. കാരണം ഇതൊരു വിടവാങ്ങൽ പ്രഭാഷണമാണ് എന്ന് അവർക്കെല്ലാം അനുഭവപ്പെട്ടു. ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബൽദതിക്കും ഹാദാ. ഏ മാനവരാശിയെ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, ആദരണീയമാണ്. അതിനെ കളങ്കപ്പെടുത്താൻ പാടില്ല, അതിനെ ആക്രമിക്കാൻ പാടില്ല. ഒരിക്കലും ആരും ആരെയും ദേഹോപദ്രവം നടത്തിക്കളയരുത്. ഒരിക്കലും ധനാപഹരണം അല്ലെങ്കിൽ കൊല തുടങ്ങിയവ നടത്താൻ പാടില്ല. അതുപോലെ ആരും ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്, അഭിമാനത്തെ മുറിവേൽപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്യങ്ങളിൽ ഉൾക്കൊള്ളാത്ത ഒരു കാര്യവും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ല. വളരെ സംക്ഷിപ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒന്ന്, ദേഹോപദ്രവം, സകലവിധ അക്രമങ്ങൾ ഇതിൽ ഉൾപ്പെടും. 2, സമ്പത്ത്, സാമ്പത്തിക ധനം അപഹരിക്കുക, സമ്പത്ത് കവർച്ച ചെയ്യും. എല്ലാ ചൂതാട്ടം, എല്ലാ പലിശ ഇടപാട്, അതുപോലെ തന്നെ കവർച്ച, കളവ് തുടങ്ങിയ എല്ലാ സംഗതികളും ഇതിൽ ഉൾപ്പെടും. കൈക്കൂലിയും അഴിമതിയും. പിന്നെ അഭിമാനം, മനുഷ്യന്റെ അഭിമാനത്തെ വരുത്താൻ, ആരും ആരുടെയും അഭിമാനത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല. അഭിമാനം സെപ്പറേറ്റ് ആയിക്കൊണ്ട് എടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ ആർക്കും അർഹതയില്ല. ഒരാൾ തെറ്റുകാരനാണ് എങ്കിൽ ആ തെറ്റുകാരനെ സ്വകാര്യത്തിൽ വിളിച്ചുകൊണ്ട് അയാളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള അവകാശമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് പൊതുപ്രവർത്തകന്മാർ, രാഷ്ട്രീയക്കാരായാലും മതസംഘടനക്കാര് വരെ എന്ന് ഈ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. പരസ്പരം വാദങ്ങളും വാദപ്രതിവാദങ്ങളും ക്ലിപ്പിങ്ങുകളും ഒക്കെയായി വേണ്ടതും വേണ്ടാത്തതുമായ കോലാഹലങ്ങൾ സമുദായത്തിലെ സംഘടനകളിൽ
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സംഘടനക്കാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള അജണ്ട വിട്ടുകളിക്കുകയാണ്. എന്താണ് മെയിനായിട്ടുള്ള അജണ്ട? അത് ഈ ജനങ്ങൾക്ക് സത്യമെത്തിക്കുവാൻ, ദീന പ്രബോധനം ചെയ്യുവാൻ, പ്രവാചകന്റെ മാനവ ദർശനം പ്രചരിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ആ ബാധ്യത വിട്ടിട്ട് മറ്റുള്ള ചില ഇടങ്ങളിൽ കയറി നാം വിരാജിക്കുമ്പോൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ മനുഷ്യ സൗഹാർദ്ദവും മനുഷ്യ വിജയവും മനുഷ്യ ധർമ്മവും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഈ 3 വാക്യങ്ങൾ, ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ പലപ്പോഴും ഈ 3 വാക്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രഭാഷണം, ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗം, സമ്പൂർണമായ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണം സഹോദരങ്ങളൊക്കെ വായിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. ആർക്കെങ്കിലും ആ പ്രഭാഷണം അച്ചടിച്ച് വിതരണം ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ ഞാൻ അതിന് സൗകര്യം ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു പുസ്തകം 985 ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ആ ഭാഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീൻ, ഇസ്ലാമിന്റെ മാനവിക ദർശനങ്ങളെ ധാരാളമായി പഠിക്കാനും പകർത്താനും എനിക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധാരാളം ഭാഗങ്ങൾ കിടക്കുകയാണ്. നമ്മുടെ സമയം അതിന് കഴിയാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. فإن فضل رسول الله ليس له أد فيعرض عنه ناطق بفمه. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹാത്മ്യം അത് പറയുകയാണെങ്കിൽ നാവ് കൊണ്ട് ഒഴിഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും മഹാത്മ്യങ്ങളാണ്. പ്രവാചകനെ കുറിച്ച് ദൂരെ നിന്ന് ഉദിച്ചു വരുന്ന ഒരു സൂര്യകോളം എന്ന കാഴ്ചപ്പാടിൽ മാത്രം നമുക്ക്, എന്നാൽ അടുത്തേക്ക് പ്രവാചക ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നാം ഇറങ്ങുകയാണ് എങ്കിൽ കണ്ണുമഞ്ഞളിച്ചു. ആയതുകൊണ്ട് പ്രവാചക പ്രവരൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ അടുക്കാൻ, കൂടുതൽ പഠിക്കാൻ, അവിടുത്തെ ശരീരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഈ റബീഉൽ അവ്വലിൽ പ്രതിജ്ഞ എടുക്കണം എന്നാണ് എനിക്ക് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, 9-നാണ് എന്നല്ല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. എന്നാൽ ഈ ഒരു ദിവസത്തെ പ്രത്യേക ആഘോഷമാക്കാനും അന്നൊരു പുണ്യ ദിവസമായി കൊണ്ടാടുവാനും ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുകൾ കാണുന്നില്ല. എന്നാൽ നബിദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലും മറ്റും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങൾ പ്രബോധനം ചെയ്യുന്ന രീതി അത് നല്ലതായിരിക്കും. അതുകൊണ്ട് പ്രവാചക ദർശനങ്ങൾ മാനവ സമൂഹത്തിനിടയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വഴിയുമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد. أوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز.
إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نشهد أن لا إله إلا الله ونشهد أن محمدا رسول الله صلى الله عليه وآله وصحبه وسلم أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوة المؤمنون إن الله سبحانه وتعالى يأمركم بالأمر الذي بدأ به بنفسه وكلمة ملائكته بقدسه وكلمت بكم المؤمنون حيث قال الأمر إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أمير المؤمنين وأبي بكر الصديق صاحب رسول الله وأمير المؤمنين عمر بن الخطاب ضامن أساس الكفار وأمير المؤمنين عثمان بن عفان صاحب الحياة والبقاء وأمير المؤمنين علي بن أبي طالب أسد الله الجبار وعلى الإمامين السيدين السبيلين الشهيدين الحسن والحسين رضي الله تعالى عنهما وعلى أمهما فاطمة الزهراء وأزواج رسول الله وأصحاب رسول الله صلى الله عليه وسلم أولئك حزب الله إن حزب الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار اللهم أعز الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم انصر جماعات الإسلام والمسلمين اللهم انصر أمراء المسلمين وعلماء المسلمين اللهم أهل الشرك والمشركين اللهم شتت شملهم وفرق جمعهم وكل حدهم ولم يسمع لاهم اللهم خذهم أنت عزيز مقتدر اللهم طهرهم يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة